ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൺലൈനേഴ്സ്, അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. കൂടുതൽ കുട്ടികൾ പറഞ്ഞ ഒരു അഭിപ്രായം മാനിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൺലൈനേഴ്സ്, അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൺലൈനേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച്, അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞ ഒരു അഭിപ്രായം മാനിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് അനാട്ടമി ആൻഡ് ഫിസിയോളജി കേട്ടോ. അനാട്ടമി ആൻഡ് ഫിസിയോളജി അതിൽ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വരാൻ പോകുന്ന JPHN എക്സാം കൂടാതെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം, RRB എക്സാം, അപ്പോൾ ഈ എക്സാം ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, അനാട്ടമി ഫിസിയോളജി എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം അല്ലെ. സോ അനാട്ടമി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് ബോഡി സ്ട്രക്ചർ, നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് ഏതൊക്കെയാണ്, അതിന്റെ ലൊക്കേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറയുക. ഫിസിയോളജി എന്താണ്? സ്റ്റഡീസ് ബോഡി ഫങ്ഷൻ, നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എങ്ങനെയാണ്, ഓരോ ബോഡി പാർട്ടും ഓരോ ബോഡി സ്ട്രക്ചറും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുക കേട്ടോ. അനാട്ടമി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ കേട്ടോ, അങ്ങനെ ഓർത്തിരിക്കുക. ഹോമിയോസ്റ്റാസിസ് എന്താണ്? മെയിൻറ്റെയിൻസ് ഇന്റേണൽ സ്റ്റെബിലിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ ചേഞ്ചസ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ബോഡിയുടെ പുറത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡി ഫങ്ഷൻസ്, നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് അതിന്റെ സമയത്ത് മുറയ്ക്ക് നടന്നോളൂ അല്ലെ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക കേട്ടോ. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. Then the cell is a basic structural and functional unit of life. നമ്മുടെ ലൈഫിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചെങ്കിൽ എന്താ ആൻസർ? സെല്ലാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ മൈറ്റോകോൺട്രിയ കേട്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് അറിയപ്പെടുക. അതായത് നമ്മുടെ സെൽസിന് വേണ്ടുന്ന എനർജി, പവർ ഹൗസ് അറിയാലോ, എനർജി കൊടുക്കുന്ന സ്ഥലം അല്ലെ. അപ്പൊ നമ്മുടെ സെൽസിന് വേണ്ടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയയിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയ എന്താണ്? പവർ ഹൗസ് ഓഫ് സെല്ല് എന്നാണ് അറിയപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, റൈബോസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് റൈബോസോംസ് എന്ന് പറയുന്നത്. കൂടാതെ ദ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡിഫ്യൂഷനും ഓസ്മോസിസും ആണ് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹൈ ടു ലോ കോൺസെൻട്രേഷൻ. അതായത് മോളിക്യൂൾസ് പാസീവ് ആയിട്ട് മൂവ് ചെയ്യുന്നു. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എനർജിയുടെ ആവശ്യമില്ല. എനർജിയുടെ ആവശ്യം ഇല്ലാതെ അത് പാസീവ് ആയിട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഡിഫ്യൂഷൻ എന്ന് പറയുക. ഓസ്മോസിസ് എന്താണ്? റെഫേഴ്സ് ടു വാട്ടർ മൂവ്മെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ കേട്ടോ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ എന്താ പോകുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷനിൽ എന്തായിരുന്നു? മോളിക്യൂൾസ് ആയിരുന്നു മൂവ് ചെയ്തിരുന്നത്. ഓസ്മോസിസിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ് ആണ് മൂവ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഓസ്മോസിസ് എന്ന് പറയുക. നെക്സ്റ്റ് ATP is the energy currency of cell. നമ്മുടെ സെല്ലില് എനർജി തരുന്നത് അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ATPയിൽ നിന്നാണ് എന്നാണ് പറയുക ATP. നെക്സ്റ്റ് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽസ് ഇമ്പോർട്ടന്റ് ആണ്. മെയിൽസിലെ 13 to 18 gram per deciliter. ഇത് യൂണിറ്റ് ഉൾപ്പെടെ പഠിച്ചോണേ, ചിലപ്പോൾ യൂണിറ്റ് ഒക്കെ മാറ്റിയിട്ട് ചോദിക്കാറുണ്ട്. സോ നോർമൽ ഹീമോഗ്ലോബിൻ മെയിൽസിൽ പറയുന്നത് 13 to 18 gram per deciliter, ഫീമെയിൽസിലാണെങ്കിലോ 12 to 16 gram per deciliter ആണ് പറയുക. നെക്സ്റ്റ് എറിത്രോപോയിസിസ് ആണെങ്കിലോ ഒക്കേഴ്സ് ഇൻ ദ റെഡ് ബോൺ മാരോ. എന്താണ് എറിത്രോപോയിസിസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ RBCയുടെ പ്രൊഡക്ഷൻ അല്ലേ. സോ RBCയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനാണ് നമ്മൾ പറയുക എറിത്രോപോയിസിസ് എന്ന് പറയുക. അത് എവിടെ നടക്കുക? റെഡ് ബോൺ മാരോയിലാണ് എറിത്രോപോയിസിസ് നടക്കുക. നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ്സ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്
പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. SA node is the natural pacemaker of heart. പേസ്മേക്കർ എന്ന് പറഞ്ഞാൽ അറിയാലേ, എവിടെ നിന്നാണോ നമ്മുടെ ഹാർട്ടിന്റെ ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹാർട്ടിൽ നിന്നാണ് ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം. അപ്പൊ ഹാർട്ടിലെ ഏത് പാർട്ടിൽ നിന്നാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുക? SA node അല്ല, അതായത് സൈനോ എട്രിയൽ നോഡിൽ നിന്നാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ SA നോഡിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുക. നെക്സ്റ്റ്, നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? 60 to 100 കേട്ടോ. 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് നോർമൽ ഹാർട്ട് റേറ്റ്. ലങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ലങ്സിന് ഒരു കവറിംഗ് ഉണ്ട് അല്ലെ. സോ ലങ്സ് ആർ കവേർഡ് ബൈ എന്താണ്? പ്ലൂറയാണ് ലങ്സിനെ കവർ ചെയ്തിരിക്കുന്നത്. ആൽവിയോള ഈസ് ദ സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. നമ്മുടെ ലങ്സില് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന എവിടെയാണ്? ചെറിയ സെൽസ് ഉണ്ട്, അതായത് ആൽവിയോള എന്നാണ് പറയുക. ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. കൂടാതെ സർഫാക്റ്റിൻ റെഡ്യൂസ് സർഫസ് ടെൻഷൻ ഇൻ ദ ആൽവിയോള. നമ്മുടെ ലങ് ആൽവിയോളയിലെ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്ന ആരാണ്? സർഫാക്റ്റന്റ് ആണ്. സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെൽസ് ആണ്? ടൈപ്പ് 2 സെൽസ് ആണ്. ആൽവിയോളയിൽ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് 2 സെൽസ് ആണ് സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡയഫ്രം ഈസ് ദ പ്രൈമറി മസിൽ ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷന്റെ പ്രൈമറി മസിൽ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ഡയഫ്രം ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നത് C3, C4, C5 കേട്ടോ. അതായത് നമ്മുടെ സെർവൈക്കൽ നെർവ് റൂട്ട് 3, 4, 5 ആ റീജിയനിൽ നിന്നാണ് ഡയഫ്രം ഇന്നർവേറ്റ്, ഡയഫ്രത്തിന്റെ നെർവ് സപ്ലൈ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയഫ്രം, അതായത് നമ്മുടെ റെസ്പിറേഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ന്യൂറോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം അല്ലെ. നമ്മൾ കിഡ്നിയിൽ പറയാറുണ്ട് നെഫ്രോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ ഇവിടെ എന്താണ്? ന്യൂറോൺസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുക. സെറിബെല്ലം കോർഡിനേറ്റ്സ് മൂവ്മെന്റ് ആൻഡ് ബാലൻസ്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിന്റെയും മൂവ്മെന്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? സെറിബെല്ലം ആണ്. കൂടാതെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് ഇൻവോളണ്ടറി ഫങ്ഷൻസ്. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഡൈജഷൻ നടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി ആൻഡ് സ്ട്രയേറ്റഡ്. അതായത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് അത് വോളണ്ടറി ആണ്. നമുക്ക് തന്നെ നമ്മളെ വില്ല് അനുസരിച്ച്, നമ്മുടെ വില്ലിങ്നെസ് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നത്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുക. സോ അത് വോളണ്ടറി ആണ്, കൂടാതെ സ്ട്രയേറ്റഡ് ആണ്. നെക്സ്റ്റ്, കാർഡിയാക് മസിൽ ആണെങ്കിലോ ഇൻവോളണ്ടറി ആണ്. കാരണം നമ്മളിപ്പം ഹാർട്ട് ബീറ്റ് ചെയ്യേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബീറ്റ് ചെയ്യാണ്ടിരിക്കത്തില്ല, അത് ബീറ്റ് ചെയ്യും അല്ലേ. സോ അതുകൊണ്ടാണ് പറയുക കാർഡിയാക് മസിൽ എന്താണ്? അത് ഇൻവോളണ്ടറി ആണ്. അവിടെ റിതമിസിറ്റിയും കൂടാതെ ഓട്ടോമാറ്റിസിറ്റിയും ഉണ്ട്. റിതമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെയിം ഒരു റിതത്തില് ഹാർട്ട് ബീറ്റ് ചെയ്യും. കൂടാതെ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹാർട്ടിന്റെ സെൽസിന്, ഹൃദയത്തിന്റെ കോശങ്ങളുടെ കഴിവാണ് സ്വന്തമായിട്ട് തന്നെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടാൻ അല്ലെ. അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുക. ആൻഡ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഹാർട്ട്. കാർഡിയക് മസിൽ നമ്മുടെ ഹാർട്ടിലാണ് കാണപ്പെടുക. കൂടാതെ മസിൽ കൺട്രാക്ഷൻ റിക്വയർസ് കാൽഷ്യം ആൻഡ് ATP. നമ്മുടെ കാൽഷ്യവും ATPയും വേണം. എന്തിനാണ്? മസിൽ കൺട്രാക്ഷൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട്. കൂടാതെ നെക്സ്റ്റ് നമ്മൾ കിഡ്നീസിനെ കുറിച്ചാണ് പറയുക. നെഫ്രോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. നമ്മുടെ കിഡ്നീസിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആരാണ്? നെഫ്രോൺസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുക. യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ വരിക? ഒന്ന് ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ അല്ലെ. യൂറിൻ ഫോർമേഷനിൽ വരിക ഒന്ന് ഫിൽട്രേഷൻ, രണ്ട് റീഅബ്സോർപ്ഷൻ, മൂന്ന് സെക്രീഷൻ. നെക്സ്റ്റ് ADH. അതായത് എന്താ ADH? ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെ. ഇൻക്രീസസ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻ ദ കിഡ്നീസ്. നമ്മുടെ കിഡ്നീസിൽ നിന്നുള്ള വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച അനാറ്റമി ഫിസിയോളജിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ്. അപ്പം നന്നായിട്ട് പഠിക്കുക. കൂടാതെ ഈ വീഡിയോയുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ഫീഡ്ബാക്കും ആണ് നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ബ്രീഫ് ആയിട്ടുള്ള ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ അതും ഈ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ അത് ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. വിവിധ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എഡ്യൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.